ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ കീഴടങ്ങിയത് ഇന്ത്യൻ വ്യോമാധിപത്യത്തെ തുടർന്നെന്ന് പഠന റിപ്പോർട്ട്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ സെന്റർ ഫോർ മിലിറ്ററി ഹിസ്റ്ററി ആൻഡ് പെർസ്പെക്റ്റീവ് സ്റ്റഡീസ് ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ ദക്ഷിണേന്ത്യയിലെ വ്യോമശക്തി സമവാക്യം മാറ്റിമറിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധവും ആക്രമണശേഷിയും ഭാരതം പൂർണ്ണമായി തകർത്തുവെന്നും പഠന റിപ്പോർട്ട്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനേറ്റ പ്രഹരം വലിയ രീതിയിൽ തന്നെയായിരുന്നു. അത് ഭാരതത്തിന്റെ വ്യോമാധിപത്യത്തെ കൂടി സൂചിപ്പിക്കുന്നത് എന്നാണോ നിലവിലുള്ള പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? രോഹിണി, ഇതുവരെ പുറത്തു വന്നതിൽ ഏറ്റവും തന്ത്രപ്രധാനവും അതോടൊപ്പം തന്നെ കൂടുതൽ വിശ്വസനീയവുമായ റിപ്പോർട്ട് എന്ന രീതിയിലാണ് ഈ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ മിലിറ്ററി ഹിസ്റ്ററി ആൻഡ് പെർസ്പെക്റ്റീവ് സ്റ്റഡീസ് എന്ന റിപ്പോർട്ടിനെ നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ കീഴടങ്ങിയത് ഇന്ത്യൻ വ്യോമ ആധിപത്യത്തെ തുടർന്നാണ് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ദക്ഷിണേഷ്യയിലെ വ്യോമശക്തി സമവാക്യം മാറ്റിമറിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധവും ആക്രമണശേഷിയും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ സമ്പൂർണ്ണമായി തകർത്തു എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വെടിനിർത്തൽ നിബന്ധനകൾ അടക്കം ഇന്ത്യ തന്നെ നിശ്ചയിച്ചു. പാകിസ്ഥാൻ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നിബന്ധനകൾ എന്തൊക്കെയായിരിക്കണമെന്ന് അത് ഇന്ത്യ തന്നെയാണ് നിശ്ചയിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായ മറുപടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരാക്രമണങ്ങളെ ഇനി ഭാവിയിലാണെങ്കിലും അത് ഭീകരർ ആണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും അത് ആ രാജ്യം ഇന്ത്യയോട് നടത്തുന്ന യുദ്ധം എന്ന രീതിയിൽ കണ്ട് ശക്തമായ തിരിച്ചടി ഭാവിയിലും നൽകും എന്ന സന്ദേശം കൂടി ഈ ഓപ്പറേഷൻ സിന്ദൂർ നൽകി എന്നും ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നു. സമഗ്രമായ ആധിപത്യം ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് മേൽ ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.